ഉസ്താദ് നേരത്തെ പറഞ്ഞല്ലോ ഖുദരി വലിയ മുഹഖിഖാണെന്ന്. അതെ. ഈ റജബിലും സഫറിലും മുൻസരിഫായും ഗൈറു മുൻസരിഫായും സമാഉണ്ടെന്ന് ഹാഷിയത്തുൽ ഖുദരിയിൽ നിന്ന് മനസ്സിലാക്കാം. അതിന് കാരണം പ്രത്യേകമായ മാസത്തെ ഉദ്ദേശിക്കുന്നതും ഉദ്ദേശിക്കാതിരിക്കുന്നതുമാണോ? ഖുദരി ഞാൻ പെട്ടെന്ന് വായിച്ചു പോയപ്പോൾ അതിൽ അങ്ങനെ ഒരു പരാമർശം വന്നു. റജബിലും സഫറിലും അങ്ങനെ ഗൈറു മുൻസരിഫായും ഗൈറു മുൻസരിഫ് അല്ലാതെയും സമാ ഉണ്ടാവാം എന്നുള്ള ഒരു പരാമർശം അതിൽ വന്നു. അങ്ങനെ രണ്ട് സമാ ഉണ്ടെന്ന് സ്ഥിരപ്പെട്ടാൽ അതിന് ന്യായം മുഅയ്യനായ റജബ് ഉദ്ദേശിക്കുമ്പോൾ ഗൈറു മുൻസരിഫും മുഅയ്യനായ സഫർ ഉദ്ദേശിക്കുമ്പോൾ ഗൈറു മുൻസരിഫും മുഅയ്യൻ അല്ലെങ്കിൽ രണ്ട് മുൻസരിഫ് എന്നാണോ? അതല്ല. അത് ഖുദരിയിൽ അവിടെ ഒരു എഹ്തിമാൽ പറയുന്നുണ്ട്. ആ എഹ്തിമാലാണ് യഥാർത്ഥത്തിൽ അവിടെ അത് യഖീനായി. എഹ്തിമാൽ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഖുദരിയിൽ പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് വയഹ്തമിലു അന്ന മൻഅഹുമാ ലിൽ അലമിയ്യത്തിൽ ജിൻസിയ അലൽ അയ്യാമിൽ മഖ്സൂസ വത്തഇനീസിൽ മഅനവി ബിഇഅ്തിബാരി തഅവീലിഹിമാ ബിൽ മുദ്ദത്തി വസർഫഹുമാ അലാ ഇഅ്തിബാരിൽ വഖ്തി സവാഉൻ ഉരീദ ബിഹിമാ മുഅയ്യനുൻ അംല ഫതഅമ്മൽ. അതാണ് അവിടുത്തെ ശരി, അതാണ് അവിടുത്തെ തഹ്ഖീഖ്. ചിലപ്പോഴൊക്കെ മുഹശ്ശീങ്ങൾ ഈ ഇഹ്തിമാൽ പറഞ്ഞതായിരിക്കും അവിടെ ശരിക്കിന് തഹ്ഖീഖ്. എന്താണ് പറഞ്ഞത്? റജബ് സഫർ ഇത് രണ്ടും ഗൈറു മുൻസരിഫായിട്ട് സമാ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അലമ എന്നുള്ളത് ഉറപ്പ് തന്നെ. അലമിയത്തിൻ്റെ പുറമെ നമുക്കൊരു ഫർഇയ്യത്തും കിട്ടേണ്ടത്. ആ ഫർഇയ്യത്ത് തഅനീസാണ്. തഅനീസ് എന്താ? തഅനീസ് പിന്നെ ഷഹർ എന്ന് പറയുന്നത് ഒരു ടൈമിൻ്റെ പേരാണ്. മുദ്ദത്ത് എന്നുള്ള തഅവീലിൽ റജബ് എന്ന് പറഞ്ഞ മാസത്തിന് നമ്മൾ മുദ്ദത്ത് എന്നുള്ള തഅവീലിൽ കൊടുക്കുമ്പോൾ അത് മാനവിയായ തഅനീസായി. വഖത്ത് എന്നുള്ള പിന്നെ തഅവീൽ കൊടുക്കുമ്പോൾ അത് മാനവിയായ മുദക്കറായി. അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റും. അതാണ് ഇപ്പോൾ ഖുദരി പറഞ്ഞത്. ഉഷ്മൂനിയിൽ തഅനീസിൻ്റെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് ഏത് കലിമത്തിനെയും മുദക്കറുമാക്കാം മുഅന്നസുമാക്കാം രണ്ട് തഅവീലിൽ. അതാണ് ചില തമ്മൽ കിതാബ് എന്ന് പറയേണ്ട അടുത്ത് ചില കിതാബുകളൊക്കെ തമ്മത്തിൽ കിതാബ് എന്ന് പറയുന്നുണ്ട്. അത് സ്വഹായിഫ് ഔറാഖ് എന്നുള്ള തഖ്ദീറാകുമ്പോൾ തമ്മത്ത് എന്നാകാൻ പറ്റും. അതുകൊണ്ടാണല്ലോ അള്ളാഹു മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് നമ്മൾ പുരുഷന് ദ്വാരക്കുന്നത് പെണ്ണിനും ദ്വാരക്കുക. അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് ദ്വാരക്കുക. അതൊരു ഷഖ്സ് എന്നുള്ള എഴുത്തിബാറിൽ. ഇനി അല്ലാഹു മഗ്ഫിർ ലഹ എന്ന് ഒരാൾ പറഞ്ഞാൽ അത് പുരുഷനും ആക്കുക ജുസ്സത്ത് എന്നുള്ള ഒരു എഴുത്തിബാറിൽ. അപ്പോൾ രണ്ട് തഅവീലനുസരിച്ച് ഏത് കലിമത്തിനെയും മുദക്കറുമാക്കാം മുഅന്നസുമാക്കാം എന്നുള്ളൊരു കായിദ ഉഷ്മൂനിയിൽ പറഞ്ഞിട്ടുണ്ട്. ഷറഉൽ ഉഷ്മൂനിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ കായിദ അനുസരിച്ച് ഇവിടെ റജബ് എന്ന് പറഞ്ഞതിന് മുദ്ദത്താക്കുമ്പോൾ ഗൈറു മുൻസരിഫ് അലമിയത്തും ഗൈറു മുൻസരിഫും മുൻസരിഫാക്കുന്നിടത്ത് വഖത്ത് എന്നുള്ള തഅവീലിൽ അത് മുൻസരിഫുമായി. അങ്ങനെ പറയാണ് ഏറ്റവും നല്ലത്. അവിടെ മുഅയ്യന് ഗൈറു മുഅയ്യന് എന്നുള്ള നോട്ടം അവിടെ ഇല്ല. ഇതാണ് തഹ്ഖീഖ്. മാസങ്ങളുടെ നാമങ്ങൾ അലമ് ഷഖ്സാണോ അലമ് ജിൻസാണോ? അലമ് ജിൻസാണെങ്കിൽ തന്നെ അത് മാനയിൽ നെക്രയെ പോലെ ആവില്ലേ എന്നാണ് പിന്നെ ഒരു സംശയമുള്ളത്. മാസങ്ങളുടെ ഇസ്മുകളൊക്കെ അലമ നമ്മൾ പറഞ്ഞു. അത് ചിലർ പറഞ്ഞത് അലമ് ജിൻസാണ് എന്നാണ്. അലമ് ഷഖ്സാണ് എന്ന് സ്വബ്ബാനെന്ന് മനസ്സിലാവും. ചിലർ പറഞ്ഞതായിട്ട് സ്വബ്ബാനെന്നും മനസ്സിലാവും. നമുക്കെന്തായാലും അതിനെപ്പറ്റി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന തഹ്ഖീഖ് അസ്മാഉ ഷുഹൂർ അത് അലമ് ഷഖ്സാണ് എന്നാണ്. അലമ് ജിൻസായാലും എങ്ങനെ അതിൻ്റെ അർത്ഥം നമുക്ക് പിന്നെ പറയാം. അലമ് ഷഖ്സ് എന്ന് പറയണം. കാരണം അസ്മാഉ ഷുഹൂർ എന്ന് പറയുന്നത് അസ്മാഉൽ കുത്തുബ് കിതാബുകളുടെ പേര്. ഇപ്പോൾ തുഹ്ഫ, അൽഫിയ, ഫതുഹുൽ മുഈന് ഇങ്ങനെയുള്ള കിതാബുകളുടെ പേര് ഏതാന്നുള്ള രണ്ടഭിപ്രായം ഉലമാൻ്റെ ഇടയിലുണ്ട്. കിതാബുകളുടെ പേര് അലമ് ഷഖ്സാണോ? അലമ് ഷഖ്സാണെങ്കിൽ നമ്മൾ ഫതുഹുൽ മുഈൻ മുസന്നിഫ് എഴുതിയ ഫതുഹുൽ മുഈൻ ആ മുഅയ്യന ഫതുഹുൽ മുഈൻ അതല്ലേ ഫതുഹുൽ മുഈൻ പേരിട്ടിട്ടുള്ളൂ. പിന്നെ വേറെ ഫതുഹുൽ മുഈൻ പകർത്തി എഴുതുമ്പോൾ അതല്ല വേറൊന്നായില്ലേ. അപ്പോൾ അത് ഫതുഹുൽ മുഈൻ അങ്ങനെ ആകുക. പദങ്ങളൊക്കെ അതിൽ തന്നെ തീരുള്ളത്. അപ്പോൾ അത് അലമ് ഷഖ്സ് ആകുമ്പോൾ ഒരു ഷഖ്സിന് ഒരു മുഅയ്യനായ സാധനത്തിനല്ലേ ഫതുഹുൽ മുഈൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ചിലർ നോക്കുക. പല എണ്ണം ഉണ്ടാകുമ്പോൾ പല കോപ്പികൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഫതുഹുൽ മുഈൻ എന്ന് പറയാം. അതുകൊണ്ട് അലമ് ഷഖ്സ് അല്ല, അസ്മാഉൽ കുത്തുബ് അലമ് ഷഖ്സ് അല്ല, അലമ് ജിൻസാന്ന് ചിലവർ പറഞ്ഞു. അങ്ങനെയാണ് ഫലാസിഫത്ത് ഫൽസഫ തലയിൽ കയറിയ ആളുകളൊക്കെ മന്ദിക്ക് കൊണ്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ തോന്നുക. അതേ സമയത്ത് പിന്നെ അസ്മാഉൽ ഉലൂം നഹ്വ് എന്ന് പറഞ്ഞ സാധനം, നഹ്വ് ഇപ്പോൾ ഏത് കിതാബിൽ നഹ്വ് പറഞ്ഞാൽ എൻ്റെ പേരൊക്കെ നഹ്വ് തന്നെ. അതുകൊണ്ട്
നഹവ് എന്ന് പറഞ്ഞത് അത് അലമ് പിന്നെ ഷഖ്സ് തന്നെയാണ്, അത് അലമ് ജിൻസല്ല, അലമ് ഷഖ്സ് തന്നെ, അങ്ങനെ പറഞ്ഞോലുണ്ട്. വാസ്തവത്തിൽ ഈ ഉലൂമുകളുടെ അസ്മാഉൽ ഉലൂമാണെങ്കിലും അസ്മാഉൽ കുത്തുബാണെങ്കിലും അതുപോലെ തന്നെ അസ്മാഉൽ ഷുഹൂറും ഇതൊക്കെ അലമ് ഷഖ്സ് എന്നാണ് പറയേണ്ടത്, അലമ് ജിൻസ് എന്നല്ല. അങ്ങനെ അതിൻ്റെ തഹഖീഖ്. അത് നമ്മളെ ഇസാമുദ്ദീനിൽ ഇസ്ഫറായിനി അവർ നല്ല മന്തിക്കിലും ബലാഗയിലും ഇൽമുൽ വദഇലും ഒരുവിധം ഫന്നിലൊക്കെ അവർക്ക് നല്ല തഹഖീഖുള്ള ആശയുണ്ട്. പിന്നെ അദുദ്ദീനുൽ ഈജി തങ്ങൾ റിസാലത്തുൽ വദഇയ്യ ഇൽമുൽ വദഇൽ എഴുതിയ റിസാലത്തുൽ വദഇയ്യക്ക് ഇസാമുദ്ദീൻ ഇസ്ഫറായിനി അവർ ഹാഷ് ചെയ്തിട്ടുണ്ടല്ലോ, ഷറഹ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ഷറഹിൽ അവർ തഹഖീഖാക്കിയത് അന്ന അസ്മാഉൽ കുത്തുബി മിൻ അലമി ഷഖ്സി, അസ്മാഉൽ കുത്തുബ് അലമി ഷഖ്സാണ്. അവർ ശരിക്കും മന്തിയൊക്കെയാണ്, അവർ ഫൽസഫ അറിയുന്ന ആളാണ്. എന്നിട്ടും അവർ പറഞ്ഞത് അസ്മാഉൽ കുത്തുബ് അലമു ഷഖ്സാണ്. വ അന്നഹ മിനൽ വദഇ ഷഖ്സിയിൽ ഖാസി ബി മൗദൂഇൻ ലഹു ഖാസ്. അലമ് കിതാബുകളുടെ പേര് ഫതുഹുൽ മുഈൻ, തുഫ പോലത്തെ പേരുകൾ, അല്ലെങ്കിൽ റജബ് ഷാബാൻ പോലത്തെ പേര്, അത് ഷഖ്സിയായ വദഇ തന്നെയാണ്, ഒരു ഖാസായ മൗദൂ ലഹുവിന് വെച്ചതുമാണ്. അത് പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നു, പല കോപ്പികളായി വരുന്നു എന്നതുകൊണ്ട് അതുദുന്ത വ്യത്യാസം. അതുദുന്ത വ്യത്യാസം. ജുമാദല്ലാഹിറ കഴിഞ്ഞാൽ എല്ലാ വർഷവും ജുമാദല്ലാഹിറ കഴിഞ്ഞാൽ റജബ് അങ്ങ് വരുന്നുണ്ട്. ഏത് വർഷമാണ്, കഴിഞ്ഞു പോയ വർഷമാണെങ്കിലും വരാൻ പോകുന്ന വർഷമാണെങ്കിലും ഇപ്പം നമ്മൾ നിലകൊള്ളുന്ന വർഷമാണെങ്കിലും ജുമാദുലൂല കഴിഞ്ഞാൽ റജബ് വരുന്ന ഉറപ്പാണ്. അപ്പോൾ അത് ഈ റജബും ആ റജബും യാതൊരു വ്യത്യാസമല്ല. അതുകൊണ്ട് അതാണ് ഇവർ പറഞ്ഞത്, അറബികളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഈ അലമ് എന്നുള്ള പ്രയോഗം അതൊരു നഹവിയായ ഭാഷാപരമായ അറബി ഭാഷയുടെ ഒരു നിയമ സംഹിതയാണ്, ഒരു നിയമ രീതിയാണ്, സാങ്കേതികത്വമാണ് ആ പ്രയോഗം. അതിന് അറബികൾ എന്താണ് പറയുന്നത് എന്ന് നോക്കണം. അറബികൾ പറയാ, ഒരു കിതാബ്, ഒരു 50 വരിയുള്ള ഒരു കിതാബ് ഒരാൾ എഴുതി, അദ്ദേഹം ആ കിതാബിന് ഫതുഹുൽ മുഈൻ എന്ന് പേരിട്ടാൽ അദ്ദേഹം പറയുമ്പോൾ മാത്രമല്ല അത് ഫതുഹുൽ മുഈൻ ആവുന്നത്, അദ്ദേഹം എഴുതുമ്പോൾ മാത്രമല്ല ഫതുഹുൽ മുഈൻ ആവുന്നത്. അതേ സാധനം വേറെ ആളെ പേന കൊണ്ട് എഴുതി ഒരു അക്ഷരത്തിന് വ്യത്യാസമില്ലാതെ എഴുതിയാൽ അല്ലെങ്കിൽ ഉച്ചരിച്ചാൽ അപ്പോഴും പറയും അത് ഫതുഹുൽ മുഈൻ, ഞാൻ ഫതുഹുൽ മുഈൻ അദ്ദേഹം പറയുന്നതായി കേട്ടു, അദ്ദേഹം വായിക്കുന്നതായി കേട്ടു എന്ന് അറബികൾ പറയും. അപ്പോൾ അതും ഇതും വ്യത്യാസമില്ലാതിരുന്നാൽ അറബികളെ സംബന്ധിച്ചിടത്തോളം ഒരേ ലഫ്ദ് എന്ന് അവർ പറയാം. വ്യക്തിക്കനുസരിച്ചും സമയത്തിനനുസരിച്ചും പേജുകൾക്കനുസരിച്ചുള്ള വ്യത്യാസങ്ങളെ വ്യത്യാസമായി അറബിയിൽ പ്രയോഗിക്കുന്നിടത്ത് അത് പരിഗണിക്കുന്നില്ല. അത് ഫൽസഫിയായ പരിഗണനയാണ്, അത് അറബി ഭാഷയിൽ പരിഗണിക്കുന്നില്ല. അതുകൊണ്ടാണ് അതൊക്കെ അലമു ഷഖ്സാണ് എന്ന് പറയുന്നത്, അലമു ജിൻസല്ല. പിന്നെ അതുപോലെ ബാജൂരിയിൽ ഹാഷിയത്തുൽ ബാജൂരി, നമ്മളെ മൻദൂമത്തുർ റജബിയയുടെ ഷർഹ് അൽ ഫവായിദു ഷൻഷൂരിയ, ആ ഫവായിദു ഷൻഷൂരിയക്ക് ബാജൂരി എഴുതിയ തുഹ്ഫത്തുൽ ഖൈരിയ എന്ന് പറഞ്ഞ ഹാഷിയ ഉണ്ടല്ലോ, അതിലും ബാജൂരി ഇമാം അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെ തഹഖീഖാക്കിയിട്ടുണ്ട്. 12-ാം പേജ് ബാജൂരി ഇമാം ചിലപ്പോൾ നല്ല തഹഖീഖ് പറയും. 12-ാം പേജിൽ ബാജൂരി ഇമാം ഈലാഹാക്കാൻ, ബാജൂരി ഇമാമിൻ്റെ ഹാഷിയകളൊക്കെ ഏതൊരു വിഷയത്തും ഈലാഹാക്കാൻ വളരെ ഉഷാറാണ്. പക്ഷേ പല സ്ഥലങ്ങളിലും ബാജൂരി ഇമാം പറഞ്ഞത് ആ വിഷയത്തിൽ വായത്ത് മാഫുൽ ബാബ് തഹഖീഖ് അല്ല, ചിലയിടത്തൊന്നും തഹഖീഖല്ല, ചിലയിടത്ത് തഹഖീഖാണ്. ഈ വിഷയം ഇപ്പോൾ പറഞ്ഞത് തഹഖീഖാണ്. ഫവായിദ് ഷൻഷൂരിയൻ്റെ ഹാഷിയിൽ പറഞ്ഞത് അസ്മാഉൽ ഉലൂമും അസ്മാഉൽ കുതൂബും എല്ലാം അത് അലമു ഷഖ്സി ആണ്. ഫഅസ്മാഉൽ കുതുബി മൗദൂഅത്തുൻ ലിൽ അൽഫാദിൽ മഖ്സൂസത്തി ദാല്ലത്തി അലൽ മആനിൽ മഖ്സൂസ കഅസ്മാഉൽ ഉലൂമി വഹിയ ഇദാ കാനത് മുസ്തഹദറത്തൻ ഫീ ദീനിൽ മുസന്നിഫി ഹിയ ബിഐനിഹാ ഇദാ കാനത് മുസ്തഹദറത്തൻ ഫീ ദീനി ഗൈരിഹി ഗായത്തുൽ അംരി അന്നഹു ഷൈഉൻ വാഹിദുൻ തഅദ്ദദ മഹല്ലുഹു വഹകദാ അസ്മാഉൽ ഉലൂമി ഫഹിയ മൗദൂഅത്തുൻ ലിൽ ഖവാഇദിൽ മഖ്സൂസ വഹിയ ഇദാ കാനത് മുസ്തഹദറത്തൻ ഫീ ദീനി സയ്യിദിൻ ഹിയ ബിഐനിഹാ ഇദാ കാനത് മുസ്തഹദറത്തൻ ഫീ ദീനി ഗൈരിഹി ഫത്തഫരിഖത്തു ബൈനഹുമാ ബിജഅലി അസ്മാഉൽ കുതുബി മിൻ ഹയ്യിസി ഇൽമിൽ അലമിൽ ജിൻസി വ അസ്മാഉൽ ഉലൂമി മിൻ ഖബീലി അലമി ഷഖ്സി തഹക്കുമുൻ. അപ്പോൾ രണ്ടും ഏതാണ്? അലമു ഷഖ്സാണ്. ബിനാഅൻ അലാ അന്നഹു ലാ യുൻദറു ലി തഅദ്ദുദി ഷൈഇ ബി തഅദ്ദുദി മഹല്ലിഹി. ഒരു വസ്തു തഅദ്ദുദാവും, മഹല്ല് തഅദ്ദുദാവുന്നതിനനുസരിച്ച് ഒരു വസ്തു തഅദ്ദുദായി എന്ന് പറയൂല. ലി അന്നഹു തദ്ഖീഖുൻ ഫൽസഫിയുൻ, അത് ഫൽസഫിയായ തദ്ഖീഖാണ്.
എന്നാണ് പിന്നെ ബാജൂരി പറഞ്ഞത്. അതിനാണ് ന്യായം. അതേസമയത്ത് തുഹ്ഫത്തുൽ മുഹ്താജിൽ പറഞ്ഞത് അസ്മാഉൽ ഉലൂമ് അലമു ഷഖ്സും അസ്മാഉൽ കുത്തുബ് അലമു ജിൻസുമാണ് എന്നാ. അത് തഹക്കുമാണ്, അത് ന്യായമില്ലാത്തതാണെന്ന് ഇബ്നു ഖാസിം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കലംബവി പറഞ്ഞതൊക്കെ അലമു ജിൻസാണ് എന്നാണ് ഹാഷിയത്തുൽ കലംബവിയിലുള്ളത്. പക്ഷേ ഈ വിഷയത്തിൽ നമുക്ക് നല്ല ഒരു വ്യക്തത വരാൻ ഒരൊറ്റ ഇബാറത്ത് ഞാൻ വായിക്കാം. അത് നല്ലൊരു തീരുമാനമാണ്. അല്ലാമ മുഹമ്മദ് റഹ്മാൻ ലഗീനി അവർ അഖദുൻ നാമി അലൽ ജാമി മുല്ലാ ജാമിയുടെ ഹാഷിയയിൽ അവർ ഈ വിഷയം പറയുന്നത് വളരെ വ്യക്തമായി ബാജൂരി പറഞ്ഞതിനേക്കാൾ വ്യക്തമാണ്, എല്ലാവർക്കും മനസ്സിലാവും. സുമ്മ അലം അന്നൽ ഖൗമ ഇഖ്തലഫൂ ഫീ അന്ന അസാമിയൽ കുതുബി വറസായിലി വജസാഇഹ ഹൽ ഹിയ മിൻ ഖബീലി അലാമിൽ അഷ്ഖാസ് അന്ന അസാമിയൽ കുതുബി വറസായിലി കിതാബുകളുടെ പേര് വറസായിലി റിസാലകളുടെ പേര് അതിൻ്റെ അജ്സാഇൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ഇന്ന ഫസ്ല് ഇന്ന ബാബ് ഇന്ന കിതാബ് എന്നൊക്കെ പറയാമല്ലോ. ഹൽ ഹിയ മിൻ ഖബീലി അലാമിൽ അഷ്ഖാസി അത് അലമു ഷഖ്സാണോ, ഔ അലാമിൽ അജ്നാസി അലമു ജിൻസാണോ, ഔ അസ്മാഇൽ അജ്നാസി അല്ലെങ്കിൽ ഇസ്മു ജിൻസാണോ? 3 അഭിപ്രായം. ഫദഹബ അഹ്ലുൽ അറബിയ അഹ്ലുൽ അറബിയത്തിൻ്റെ അഭിപ്രായം, നബികളെയും ലുഗത്തിൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇലൽ അവലി, അവർ പറയുന്നത് അത് അലമ് ഷഖ്സാണ്, അലമു ജിൻസല്ല ഇസ്മു ജിൻസും അല്ല. ഫഇൻദഹു മന്നഹ മിൻ ഖബീലി വദഇൻ ഖാസിൻ ലി മൗദൂഇൻ ലഹു ഖാസിൻ മിന ഷഖ്സി. അങ്ങനെയാണ്. വദഹബ ബഅദുൽ മുഹഖഖീന ഇല സാനി, ചില മുഹഖഖീങ്ങൾ അലമു ജിൻസ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബഅദുൻ ആഖറ മിന്നും ഇല സാലിസി, ചില മുഹഖഖീങ്ങൾ അലമു ജിൻസ ഇസ്മു ജിൻസാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നക്കിറായി. ഫയഖൂനു മിൻ ഖബീലി വദഇൻ ആമിൻ ലി മൗദൂഇൻ ലഹു ആമിൻ, അങ്ങനെ ആവും. വൽ അവ്വലു അൻസബു, അലമു ഷഖ്സ് എന്ന് പറയുന്നതാണ് അൻസബ്. ലി അന്നൽ കിതാബല്ലദീ ഹുവ ഇബാറത്തുൻ അനിൽ ഇതാണ് എൻ്റെ ന്യായം. ലി അന്നൽ കിതാബല്ലദീ ഹുവ ഇബാറത്തുൻ അനിൽ അൽഫാദി വൽ ഇബാറാത്തിൽ മഖ്സൂസ, കിതാബ് എന്ന് പറയുന്നത് മഖ്സൂസായ ഇബാറത്തിനെ തൊട്ടും മഖ്സൂസായ അൽഫാദിനെ തൊട്ടും ഇബാറത്താണല്ലോ. അത് ലാ തഅദ്ദദു ഇല്ലാ ബി തഅദ്ദുദിൽ മുതലഫ്ഫിളി ബിഹി, മുതലഫ്ഫിളി ബി ആരാണോ ഉച്ചരിക്കുന്നത് അദ്ദേഹം ഉച്ചരിക്കുന്നത് കൊണ്ടേ തഅദ്ദുദാകുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഉച്ചരിച്ചാൽ ഇവിടെ ഒരു ഫത്തുൽ മീൻ, പിന്നെ വേറൊരു ഉസ്താദ് പിന്നെ വേറൊരു സ്ഥലത്ത് വെച്ച് ഉച്ചരിച്ചാൽ അവിടെ വേറൊരു മുത്തലഫിൽ. പക്ഷെ അതുകൊണ്ട് എല്ലാ മുത്തലഫിൽ വ്യത്യാസം ഉണ്ടെങ്കിലും മുത്തലഫദ് ബിഹി ഒന്നാണല്ലോ. വഹാദ തഅദ്ദുദു മുത്തലഫിൽ ബിഹി ഉച്ചരിക്കുന്ന വ്യക്തി തഅദ്ദുദാവുന്നതുകൊണ്ട് വ്യത്യാസപ്പെടുന്നത് കൊണ്ടുള്ള വ്യത്യാസം ഗൈറു മുഅ്തബരിൻ, അത് പരിഗണിക്കൂല. ഇന്ദ അഹ്ലിൽ അറബിയ, അറബികൾ അടുക്കൽ അത് പരിഗണിക്കൂല. എന്നൽ അറബിയ അറബി ലാ യഅരിഫു ഹാദ തഅദ്ദുദ, ഈ തഅദ്ദുദിനെ അറബി അറിയൂല. അറബി അത് അറിയണേ അല്ല അങ്ങനെ ഒരു തഅദ്ദുദ്. എന്തുകൊണ്ട്? ഹത്താ ലൗ നതഖ ജമാഅത്തുൻ, ഒരു കൂട്ടം ആളുകൾ ഉച്ചരിച്ചു ബി ലഫ്ളി സൈദിൻ ബി ഹദറത്തി, അവൻ്റെ സന്നിധിയിൽ വെച്ച് സൈദി എന്ന് ഉച്ചരിച്ചാൽ, വസുഇല അവനോട് ചോദിച്ചു അൽ ഹുവ ലഫ്ളുൻ വാഹിദുൻ, ഈ സൈദി എന്ന് കേട്ടത് ഒറ്റ അലമാണോ ഒറ്റ ലഫ്ളാണോ, ഔ അൽഫാദു മുതഅദ്ദിദ, അതോ കുറേ ലഫ്ളാണോ എന്ന് വെച്ചാൽ ഒറ്റ ലഫ്ള്, ഇവനും സയ്യിദ് തന്നെ അവനും സയ്യിദ് തന്നെ ഒക്കെ സയ്യിദ് തന്നെ. അപ്പോൾ അതുകൊണ്ട് അലമു ഷഖ്സ ഇല്ല കാല ലഫ്ളുൻ വാഹിദുൻ, ഒറ്റ ലഫ്ള് എന്നേ പറയുള്ളൂ. ഇത് നല്ലൊരു ന്യായമാണ്. അതുകൊണ്ട് അസ്മാഉ ഷുഹൂർ റജബു അങ്ങനെ തന്നെ, അസ്മാഉൽ കുതുബൊക്കെ അങ്ങനെ തന്നെ, അത് അലമു ഷഖ്സാണ്.